ഹരിചന്ദ്ര, അങ്ങ് നേരത്തെ വാഗ്ദാനം ചെയ്തതുപോലെ ദാനം നൽകി. പക്ഷെ ഒന്ന് മറന്നു. ബ്രാഹ്മണന് ദാനം നൽകുമ്പോൾ ദക്ഷിണയും നൽകണം എന്ന കാര്യം. എവിടെ ദക്ഷിണ? ദക്ഷിണ നൽകാം ബ്രാഹ്മണ ശ്രേഷ്ഠ. എന്താണ് അങ്ങയ്ക്ക് വേണ്ട ദക്ഷിണ? 2 ഭാരം സ്വർണം, അല്ലെങ്കിൽ അതിന് തുല്യമായ പണം. തീർച്ചയായും അങ്ങയ്ക്കുള്ള ദക്ഷിണ നാം നൽകും. അത് തന്നു തീർത്തിട്ടേ ഇനി നാം ഭക്ഷണം കഴിക്കൂ. അങ്ങനെയാകട്ടെ. വരൂ. പ്രഭു, ഇനിയെങ്കിലും ഞാൻ അല്പമൊന്ന് നിന്നോട്ടെ. ജനപദങ്ങൾ കടന്നില്ലേ നമ്മൾ? ദേവിക്ക് ഇവിടെ നിൽക്കാം. അവിടെ ജനപദങ്ങളിൽ നമ്മൾ അല്പനേരം നിന്നു പോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മെ തിരിച്ചറിയും. പിന്നെ അത് വലിയ പ്രയാസമാകും. അതുകൊണ്ടല്ലേ അവിടെ ഒന്നും തിരിഞ്ഞു നിൽക്കണ്ടെന്ന് നാം പറഞ്ഞത്. മനസ്സിലായി മഹാരാജൻ. നമ്മൾ എവിടേക്ക് പോവാണച്ചാ? നമ്മൾ പോകുന്നത് എങ്ങോട്ടേക്കെന്ന് നമുക്ക് തന്നെ നിശ്ചയമില്ല ഉണ്ണി. കരയാതെ ചന്ദ്രമതി. എല്ലാം നല്ലതിനെന്ന് ചിന്തിക്കൂ. ഇതിലെന്ത് നല്ലതാണ് പ്രഭു? ഇതിനേക്കാൾ മോശമായിട്ട് എന്തെങ്കിലും വരാനുണ്ടോ? ശുഭമായത് വരുമെന്ന് ചിന്തിക്കൂ. വരൂ. അയോധ്യാവാസികൾ ആരെങ്കിലും വരുന്നതിന് മുമ്പ് മുന്നോട്ട് നടക്കാം. കുമാര,
കുമാര, കുമാര, വരൂ. മഹാരാജൻ, നമ്മൾ അയോധ്യ കടന്നല്ലോ. ഇനി നമ്മളെ തിരിച്ചറിയാൻ ആരും വരില്ല. അതെ, അതിനെന്താ? ഞാൻ ആകെ തളർന്നു പ്രഭു. എവിടെയെങ്കിലും ഒന്നിരിക്കണം. വരൂ, ഇരിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടോ നോക്കാം. വരൂ. ഇവിടെ ഇരിക്കാം. എത്ര നേരായി നടക്കുന്നു. ഇപ്പോഴൊരാശ്വാസമായത്. ഹരിചന്ദ്ര, രാജാവേ, എന്റെ ദക്ഷിണ എവിടെ? 2.5 ഭാര സ്വർണം ദക്ഷിണയായി എനിക്ക് തരണം. ഒന്നുകിൽ അങ്ങ് തന്നിട്ട് പോകണം, അല്ലെങ്കിൽ ദക്ഷിണ തരില്ല എന്ന് പറയണം. അതല്ല, ദക്ഷിണ തരികയുമില്ല, രാജ്യം മടക്കി വേണമെന്നാണ് ആശയെങ്കിൽ അത് മടക്കി തരാൻ എനിക്ക് മടിയുമില്ല. എന്താണ് അങ്ങയുടെ ഇംഗിതം? പറഞ്ഞാലും ഹരിചന്ദ്ര. ബ്രാഹ്മണ ശ്രേഷ്ഠ, സൂര്യവംശത്തിൽ പിറന്ന ക്ഷത്രിയനാണ് ഞാൻ. രാജസൂയയാഗം നടത്തിയവനും ദാനാർത്ഥികൾക്ക് ഒരിക്കലും ദാനം നിഷേധിക്കാത്തവനുമാണ്. അതുകൊണ്ട് തന്നെ അങ്ങയ്ക്ക് ആശങ്കയ്ക്ക് അവകാശമില്ല. എന്റെ കടം തീർക്കാതെ നാം എങ്ങും പോകില്ല.
അങ്ങയ്ക്ക് വാഗ്ദാനം ചെയ്ത 2.5 ഭാരം സ്വർണം നൽകിയിട്ടേ നാം ഇനി ഭക്ഷണം കഴിക്കുകയുള്ളൂ. അതിനുള്ള ധനം സ്വരൂപിക്കുന്നതുവരെ അങ്ങ് ക്ഷമിച്ചാലും. പക്ഷേ രാജാവേ, രാജ്യവും ധനവും സമ്പത്തുമെല്ലാം നഷ്ടപ്പെട്ട അങ്ങയ്ക്കിനി എവിടുന്നാണ് ധനം ഉണ്ടാകുക? ധനം സമ്പാദിച്ച് എനിക്ക് ദക്ഷിണ നൽകാമെന്നുള്ള ചിന്ത വൃഥാവിലാണ് ഹരിചന്ദ്ര. അതുകൊണ്ട് അങ്ങയ്ക്ക് എന്റെ ദക്ഷിണ നിഷേധിക്കാം, അത് തരില്ലെന്ന് പറയാം. എങ്കിൽ അതിലുള്ള ആശയും പ്രതീക്ഷയും ഉപേക്ഷിച്ച് ഞാൻ പെക്കൊള്ളാം മഹാരാജൻ. അത് വേണ്ടി വരില്ല ബ്രാഹ്മണ ശ്രേഷ്ഠ. ഹരിചന്ദ്രൻ പറഞ്ഞ വാക്ക് പാലിക്കും. ഇതാ, എനിക്കൊപ്പം എന്റെ ഭാര്യയും മകനുമുണ്ട്. ഞങ്ങൾ മൂവരും ആർക്കെങ്കിലും അടിമകളായിട്ടെങ്കിലും അങ്ങയുടെ ദക്ഷിണ സംഭരിക്കും. ശരി, എങ്കിൽ ഞാൻ ഇപ്പോൾ പോകുന്നു. വൈകാതെ വീണ്ടും വരും. അന്നെനിക്ക് ദക്ഷിണ നൽകുന്നില്ലെങ്കിൽ ഞാൻ ഭവാനെ ശപിച്ചില്ലാതാക്കും ഹരിചന്ദ്ര. പ്രഭു, ചിന്തിച്ച് വ്യാകുലനായിരിക്കാതെ അങ്ങ് ധർമ്മരക്ഷയ്ക്കുള്ള ഉപായമാരായു. സത്യം പാലിക്കാത്ത മനുഷ്യനെ പ്രേതത്തെ പോലെ അകറ്റി നിർത്തണമെന്നാണ് ആപ്തവാക്യം. അഗ്നിഹോത്രവും വേദപാഠവും ദാനവും ശീലിച്ച രാജാവ് പോലും സത്യം പാലിക്കുന്നില്ലെങ്കിൽ നിർഗുണനാണെന്നല്ലേ പ്രമാണം. അതുകൊണ്ട് അങ്ങ് ഏത് വിധേനയും ആ ബ്രാഹ്മണന് ദക്ഷിണ നൽകി സത്യം പാലിക്കാൻ ശ്രമിക്കൂ മഹാരാജൻ. അതെ ദേവി, ഞാൻ അതിനെക്കുറിച്ച് തന്നെ ആലോചിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഒരു വഴി തെളിഞ്ഞു കാണുന്നില്ല. പ്രഭു, അങ്ങേക്ക് നഗരപ്രാന്തങ്ങളിൽ ചെന്ന് യാചിച്ചുകൂടെ? പാടില്ല. ദാനം, വേദാധ്യാനം, യാഗം, ഈ 3 കർമ്മങ്ങളാണ് ക്ഷത്രിയനിൽ വിശേഷാൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അവന് യാചന നിഷിദ്ധമാണ് ദേവി. എങ്കിൽ അങ്ങ് മറ്റൊന്ന് ചെയ്യൂ. എന്നെ ആർക്കെങ്കിലും അടിമയായിട്ട് വിൽക്കൂ. എന്നിട്ട് ആ പണം കൊണ്ട് ബ്രാഹ്മണന് ദക്ഷിണ നൽകൂ. ഈശ്വര, ഇത് കേൾക്കാൻ ഇടവന്നല്ലോ. മരണം പോലും അഭികാമ്യമല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ. സത്യം പാലിക്കാതെ മരണം വരിച്ചാൽ കൃമികീടങ്ങളായി പുനർജനിക്കേണ്ടി വരും. ഈശ്വര, എന്താണ് ചെയ്യാനാവുക? പ്രഭു, ചിന്തിച്ചിരിക്കാൻ സമയമില്ല. വരൂ, എന്നെ ആർക്കെങ്കിലും വിലയ്ക്ക് വിൽക്കൂ. വരൂ. ഒരു സ്ത്രീയെയും കുട്ടിയെയും വിൽക്കാനുണ്ട്. വാങ്ങാൻ ആളുണ്ടോ? ഒരു സ്ത്രീയെയും കുട്ടിയെയും വിൽക്കാനുണ്ട്. വാങ്ങാൻ ആളുണ്ടോ? ഒരു സ്ത്രീയെയും കുട്ടിയെയും വിൽക്കാനുണ്ട്. വാങ്ങാൻ ആളുണ്ടോ? പ്രഭു, അങ്ങ് എന്താണ് ഈ കാണിക്കുന്നത്? ആളില്ലാത്ത സ്ഥലത്ത് നിന്ന് അടക്കിയ ശബ്ദത്തിൽ ഇങ്ങനെ വിളിച്ചാൽ ആര് വരാൻ? തെരുവിലോ അങ്ങാടിയിലോ പോയി വിളിക്കൂ. വരൂ, നമുക്ക് ആളുള്ള സ്ഥലത്തേക്ക് പോകാം. പക്ഷേ ദേവി, ആൾക്കൂട്ടത്തിൽ വെച്ച് എങ്ങനെയാണ് ഞാൻ ഭവതിയെ വിൽക്കാനുണ്ടെന്ന് പറയുക? അങ്ങേക്ക് എന്നെ വിൽക്കാൻ മനസ്സില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ആർക്ക് മനസ്സുണ്ടാകും ചന്ദ്രമതി? മനസ്സുണ്ടായിട്ട് ചെയ്യുന്നതാണോ ഇതൊക്കെ? വേറെ വഴിയില്ലാത്തത് കൊണ്ടല്ലേ പ്രഭു?
കാലക്കേടണയുമ്പോൾ ഏത് കർമ്മവും ദോഷകരമായേ കലാശിക്കൂ. ആ വേളയിൽ നിരാശരും ദുഷ്ടബുദ്ധികളുമാകാതെ ഈശ്വരനിൽ മനസ്സർപ്പിച്ച് സത്യവാക്കായി പുലരുക. നന്മ കൈവരും.